ഹായ്, നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്ന ആപ്പായ എക്സ്നെസ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മുൻപ് കണ്ട വീഡിയോയിലുള്ളത്. അതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ട്രേഡ് ഓപ്പൺ ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, ടേക്ക് പ്രോഫിറ്റ് വെക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഇൻ്റർഫേസ് ഏതൊക്കെ എന്നുള്ളതൊക്കെ ആയിട്ടുള്ള ചെറിയൊരു പരിചയപ്പെടുത്തലാണ് ഈ വീഡിയോ ഉള്ളത്. രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാണുന്ന ഇൻ്റർഫേസ് ഇതാണ്. ഇതിൽ മുകളിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കും. അവിടെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയൽ ആൻഡ് ഡെമോ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഡെമോയും റിയലും. ഡെമോ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഡെമോ അക്കൗണ്ടിൽ നമ്മൾ ആദ്യം കുറച്ച് ചെയ്ത് നോക്കുക. അതുപോലെ ഇതിൻ്റെ താഴ്ഭാഗത്ത് അക്കൗണ്ട്സ്, ട്രേഡ്, മാർക്കറ്റ്, പ്രൊഫൈലൊക്കെ കാണാം. നമ്മൾ അക്കൗണ്ട്സിലാണ് നമ്മൾ ഏതെങ്കിലും ട്രേഡ് ഓപ്പൺ ചെയ്താൽ കാണുക. ട്രേഡിൻ്റെ മുകളിൽ തന്നെ ഫേവറേറ്റ്സ്, പോപ്പുലർ, ടോപ്പ് മൂവേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ ഫേവറേറ്റിൽ നമ്മൾ ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുള്ള നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളൊക്കെ നമ്മളതിൽ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ആക്സസ് കിട്ടും. പിന്നെ അടുത്ത് പോപ്പുലർ ഉണ്ട്, പിന്നെ ടോപ്പ് മൂവേഴ്സ് ഉണ്ട്. ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ ആണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നൊക്കെ. മെറ്റൽസ്, അതായത് ഗോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സിൽവർ ഉണ്ട്. അതിനുശേഷം പിന്നെ ക്രിപ്റ്റോ ഉണ്ട്. ക്രിപ്റ്റോയിൽ ബിറ്റ് കോയിൻ ഉണ്ട്, ഇത്തേറിയം ഉണ്ട്, അങ്ങനെ പലതുണ്ട്. ഓരോന്നും സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. സ്റ്റോക്സിൽ പോയി കഴിഞ്ഞാൽ ആപ്പിള്, അതുപോലെ തന്നെ ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ആമസോണ്, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ ഏതൊക്കെയാണോ അതൊക്കെ കാണാം. എനർജീസിൽ പോയി കഴിഞ്ഞാൽ US ഓയിൽ, UK ഓയിൽ, അതുപോലെ നാച്ചുറൽ ഗ്യാസ് ഒക്കെ കാണാം. ഓക്കെ, അപ്പോൾ ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ഗോൾഡ് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം. XAUUSD ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരും. അപ്പോൾ ഇതിൽ നമുക്ക് താഴെ കാണാം ഗ്രാഫ് ഉണ്ട്, 15 മിനിറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ 50 മിനിറ്റ്സ് എന്നുള്ളത് നമുക്ക് 1 മിനിറ്റ് ആക്കി വെക്കാം. അതുപോലെ തന്നെ 5 മിനിറ്റ്സ്, 30 മിനിറ്റ്സ്, 4 അവേഴ്സ്, 1 അവർ, 1 ഡേ ഒക്കെ ആക്കി മാറ്റി നോക്കാം. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ഒരു 3 ലൈൻസ് ഉണ്ടല്ലോ വയലറ്റ് കളറിലുള്ള, അത് ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് ക്ലിയർ ഓൾ എന്ന് കൊടുത്തപ്പോൾ അതൊക്കെ പോയി. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ക്യാൻഡിൽസ് ആണോ വേണ്ടത് അതോ ലൈൻസ് ആണോ എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ അതും മാറ്റി നമുക്ക് നോക്കാൻ പറ്റും. ക്യാൻഡിൽസിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നതിന് മുൻപ് വേറെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് ബോയിലർ ബാൻഡ്സ് ഓണാക്കി വെക്കാം. അപ്പോൾ 3 ലൈൻസ് വന്നു. പിന്നെ ട്രെൻഡിങ് സിഗ്നൽസ് അതും ഓണാക്കി വെക്കാം. അപ്പോൾ ആ ഒരു സിഗ്നൽ ബ്ലൂ കളർ വന്നില്ല താഴേക്ക് കാണിക്കുന്നത്. അതിപ്പോൾ ഓവറോൾ ഗോൾഡിൻ്റെ പോക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പല ന്യൂസുകൾ, മറ്റുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് മുകളിലേക്കായിരിക്കും സിഗ്നൽ കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഇത് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. ഈ 3 ലൈൻസിൻ്റെ ഉള്ളിലാണ് ഇത് കിടന്ന് കളിക്കുന്നത്, താഴുന്നതും പോകുന്നതും ഒക്കെ. ഇപ്പോൾ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് പോകുന്നത് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെൻട്രലുള്ള ലൈനും കയറി പോകുന്നു. അപ്പോൾ ഇനി ഒരു പക്ഷേ താഴേക്ക് പോകാനാണ് സാധ്യത എന്നാണ് ഒരു നിഗമനം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു ചെറിയൊരു സെല്ല് ഇടാൻ വേണ്ടി പോവുകയാണ്. സെല്ല് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കൺഫേം സെല്ല് എന്നുള്ള വിൻഡോ വരും. അവിടെ നമുക്ക് ലോഡ്സ് സെലക്ട് ചെയ്യണം. അതായത് 0.01 ആണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ ലോഡ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കും താഴെ മാർജിൻ എത്രയാണ്, അതുപോലെ വോളിയം എന്താണ്, അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ് വരുന്നതെന്നൊക്കെ, അതായത് ഫീസ്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ഫീസ് ഫസ്റ്റിൽ തന്നെ അവരെടുക്കും. അങ്ങനെ നമ്മൾ കൺഫേം സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ആയി. ഓർഡർ പ്ലേസ് ആകുമ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതിൽ സ്റ്റോപ്പ് ലോസും വെച്ചിട്ടില്ല, പ്രോഫിറ്റും വെച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്ക് പിന്നീടും വെക്കാൻ പറ്റും. അതേസമയം സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെക്കുക എന്നുള്ളതാണ് നമ്മൾ തുടക്കക്കാർ എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടത്. ഇത് ഞാൻ ഡെമോ കാണിക്കുന്നതിന് വേണ്ടി ഡെമോ അക്കൗണ്ടിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും പോയിട്ട് നമുക്കതിൽ സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ ടേക്ക് പ്രോഫിറ്റും ഒക്കെ മാറ്റി വെക്കാം. അപ്പോൾ അക്കൗണ്ട്സിൽ ഓപ്പൺ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് അതുപോലെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ആ ഒരു താഴേക്കാണല്ലോ പോകുന്നത്. അപ്പം നമ്മൾ വാങ്ങിച്ചത് 1831 1831.935. അപ്പോൾ നമ്മളിതിൽ 1830 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് $1.93. അപ്പോൾ അത് മാറ്റി നോക്കിയാൽ അവിടെ കാണിക്കുന്നുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസും കൊടുക്കുക. അതിൽ 1836 മുകളിലേക്ക് പോകുമ്പോൾ അത് ലോസ് ആവും. അപ്പോൾ 1836 ലോസ് വെച്ച് കഴിഞ്ഞാൽ -$4 ലോസ് വരുന്നുണ്ട്. എന്തായാലും അത് വെച്ച് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ആ ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും വെച്ചു. ഇനി ഓട്ടോമാറ്റിക്കലി അത് ടേക്ക് പ്രോഫിറ്റിലാണ് ആദ്യം എത്തുന്നതെങ്കിൽ അത് ഈ
ട്രേഡ് ക്ലോസ് ആവും. സ്റ്റോപ്പ് ലോസിലാണ് ഇത് ആദ്യം എത്തുന്നതെങ്കിൽ അത് അവിടെ ക്ലോസ് ആവും. അപ്പം നമുക്ക് നഷ്ടമായിരിക്കും. ടേക്ക് പ്രോഫിറ്റിലാണ് ഫസ്റ്റ് എത്തുന്നതെങ്കിൽ നമുക്ക് അവിടെ ലാഭമായിരിക്കും. അതുകൂടാതെ അത് എത്തുന്നതിന് മുൻപ് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ഓർഡർ എന്നുള്ളത് കാണിക്കും. പിന്നെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. അപ്പം ഇതാണ് ഇന്നത്തെ ചെറിയൊരു കാര്യം. നമുക്ക് ബാക്കി പിന്നീട് നോക്കാം. ഇത് ഡെമോ അക്കൗണ്ടിലാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. എൻ്റെ നമുക്ക് ഡെമോയിൽ നിന്ന് മാറി റിയലിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉള്ള ഓപ്പൺ ആയിരിക്കുന്ന ട്രേഡ്സും അതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രേഡ്സ് ഒക്കെ കാണാം. ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രേഡ്സ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എത്രത്തോളം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ള ട്രേഡ്സാണ്. അതിൽ നിന്ന് ഓരോ ദിവസം നമുക്ക് പ്രോഫിറ്റ് എത്ര ഉണ്ടായി എന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഇന്നേക്ക് ഇത് മതി. നമുക്ക് ബാക്കി പിന്നീട് നോക്കാം.